എലക്ഷനൊക്കെ അടുത്ത് വരില്ലേ, അപ്പോൾ ഇന്ന് അതായിരിക്കാം ഇന്നത്തെ ടോപ്പിക് എന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ അഭിപ്രായമാണ്, രാഷ്ട്രീയത്തെ പറ്റിയുള്ള എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. എനിക്ക് അങ്ങനെ രാഷ്ട്രീയ ഭ്രാന്തൊന്നുമില്ല. അത് ചിലർക്ക് ഭയങ്കര സ്പിരിറ്റാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. ആണുങ്ങൾക്കുണ്ട് പെണ്ണുങ്ങൾക്ക് ഭയങ്കര സ്പിരിറ്റുള്ളവരുണ്ട് കേട്ടോ. അടിസ്ഥാനപരമായി നോക്കുകയാണെങ്കിൽ എല്ലാ പാർട്ടിക്കാരുടെയും തത്വങ്ങൾ നല്ലതാണ്. പക്ഷെ അത് മോശമാക്കണത് അതിലുള്ള പിൻഗാമികൾ, നേതാക്കന്മാരൊക്കെയാണ്. എൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ശ്രദ്ധിക്കാമെന്നറിയോ, അവർ നേതാക്കന്മാരെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ട് അവർ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നാണ് ഞാൻ ശ്രദ്ധിക്കുക. എനിക്ക് എല്ലാ പാർട്ടിയിലും ഇഷ്ടമുള്ള നേതാക്കളുണ്ട്, അങ്ങനെയുള്ള ആളാണ് ഞാൻ. പിന്നെ ഞാനിങ്ങനെ നേതാക്കന്മാരുടെയൊക്കെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കും. അവർ പറയുന്ന അങ്ങനെയാണ് എല്ലാ രാഷ്ട്രീയത്തിലുള്ളവരും എനിക്ക് അങ്ങനെ ഇഷ്ടം. പിന്നെ എനിക്ക് ഇവരുടെ ഓരോ നേതാക്കന്മാരുടെ ഒരു പോക്ക് കാണുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട്. കാരണം ഇവർ ഇലക്ഷൻ എടുക്കുമ്പോൾ എല്ലാവരോടും വന്ന് വോട്ട് ചോദിക്കും. അപ്പോൾ ഇവരറിയാത്ത ഒരാളും ഇല്ല. ഏത് ഭിക്ഷക്കാരനെ വരെ കണ്ട് വലിയ സ്നേഹത്തിൽ ചെന്ന് കെട്ടിപ്പിടിക്കും. അത് കഴിഞ്ഞ് ഇവരുടെ പോക്ക് കണ്ട എനിക്ക് ശരിക്കും ചെറിയാണ് വരുന്നത്. പിന്നെ ഇവർക്ക് സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ സ്വഭാവത്തിൽ മാറ്റമായി. പിന്നെ ആരെയും കണ്ടാൽ അവർ കലർച്ചയാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവരൊന്നും അടുപ്പിക്കുക പോലില്ല. ഇവർ ചിന്തിക്കുന്നില്ല ഈ 5 കൊല്ലത്തേക്കാണ് ഇവർ കയറുന്നത്, അത് കഴിഞ്ഞാൽ വീണ്ടും വരേണ്ടത് ഇവരുടെ അടുത്തേക്കാണെന്ന് ഈ നേതാക്കന്മാർ ചിന്തിക്കണില്ല. പിന്നെ അവർക്ക് എന്തോ സ്വർഗം കിട്ടിയ പോലെയാണ്. ജനങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഇവരെ ജനങ്ങൾ വോട്ട് ചെയ്ത്, ജനങ്ങളുടെ വോട്ടിന് വിലയുണ്ട്. അതുകൊണ്ടല്ലേ ഇവർ ഇലക്ഷൻ എടുക്കുമ്പോൾ ജനങ്ങളെടുത്ത് വരുന്നത്. പിന്നെ അടുത്ത ഇലക്ഷൻ വരെ ഇവരുടെ കയ്യിലുള്ള സ്ഥാനം ഉപയോഗിച്ച് പിന്നെ ജനങ്ങളെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാം അതാണ് ഇവർ ചെയ്യുക, മനസ്സിലായോ? അപ്പോൾ ജനങ്ങളുടെ ഒരു ഇതിനും അഭിപ്രായത്തിനും മുൻഗണന കൊടുക്കുന്നില്ല. എന്ത് ചെയ്യണം, ജനങ്ങളുടെ ഓരോ വോട്ടിനും വിലയുണ്ട്. അപ്പോൾ ഒരു ഇലക്ഷൻ വരുമ്പോൾ ജനങ്ങളത് അറിയിച്ചു കൊടുക്കണം. അതാണ് ജനങ്ങൾ ചെയ്യേണ്ടത്. അവർ ഭരിക്കുന്ന സമയത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് വിലയില്ല. അപ്പോൾ അവരിങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ആ വിലയോട് കൂടി പ്രവർത്തിക്കണം. അതാണ് ജനങ്ങൾ ചെയ്യേണ്ടത്. അവർ ഏതോ പാർട്ടിക്കാർ ഇലക്ഷൻ എടുക്കുമ്പോൾ ഇങ്ങനെ കുറേ ജനങ്ങളെ മയക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ അടുക്കുന്ന സമയത്ത്, അതിന് മുന്നൊന്നുമില്ല, ആ സമയത്ത് ഇങ്ങനെ പഞ്ചാരച്ചിരിയുമായിട്ട് ഇങ്ങനെ എല്ലാം ചെയ്തു. ഒരു പ്രാവശ്യം ഒക്കെ ജനങ്ങൾ ആ പഞ്ചാരച്ചിരിയിൽ പെട്ട് ചിലപ്പോൾ വീണ് പോയെന്നരും. പക്ഷേ വീണ്ടും അവർക്ക് ടൈമുണ്ട്, അപ്പോൾ അവർ അത് തിരിച്ചടിക്കും. അതോർത്താ ഈ നേതാക്കന്മാർക്കൊക്കെ നല്ലത്. അതാണ് എനിക്ക് രാഷ്ട്രീയത്തിനെ പറ്റി പറയാം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എനിക്ക് രാഷ്ട്രീയ ഭ്രാന്തില്ല. എല്ലാ പാർട്ടിക്കാരെയും നേതാക്കന്മാരെ ഇഷ്ടം. രാഷ്ട്രീയം പറഞ്ഞ എത്ര പേരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി മരിക്കുന്നത്. ഓരോ വീടുകളിൽ നാഥന്മാരാണ് പോകുന്നത്, ആ വീടുകളാണ് അനാഥമാവുന്നത്. എന്നിട്ടതെങ്ങനെ അനാഥമായി പോകുന്ന നേതാക്കന്മാരാണെങ്കിൽ അവർക്ക് ഒരു കുഴപ്പമില്ല, അവർ വിജയശ്രീലതന്മാരായി നടക്കുന്നു. ഈ മണ്ടന്മാരായ അണികൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയം പറഞ്ഞ് വെട്ടും കൊലയും കുത്തും എത്ര കൊലപാതകങ്ങളൊക്കെ നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ വൈരാഗ്യം
രാഷ്ട്രീയ വൈരാഗ്യം മൂലം ഓരോ കുടുംബങ്ങളും അനാഥാവുന്നു. കുട്ടികൾക്ക് അച്ഛന്മാരില്ലാതാവുന്നു, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരില്ലാതാവുന്നു, അച്ഛനമ്മമാർക്ക് മക്കളില്ലാതാവുന്നു. അത് ഓരോ വീട്ടിലേക്കും അവർ നഷ്ടപ്പെടുന്നു. അല്ലാതെ ഈ നേതാക്കന്മാർക്ക് എന്താ കുഴപ്പം? അവർ കസേരയിലിരുന്ന് സന്തോഷമായി വിരഹിച്ച് 5 കൊല്ലം കഴിഞ്ഞ് വീണ്ടും ആ സ്ഥാനം കസേര കിട്ടുമെന്ന് നോക്കിയിട്ടാണ് അവർ നടക്കുന്നത്. മരിച്ചവർ മരിച്ചുപോയി, അവരുടെ വീടിനും കുടുംബങ്ങൾക്കും നഷ്ടം വരും. മരിച്ചു പോയവർക്കൊരു പേര് കൊടുക്കും, രക്തസാക്ഷി എന്ന് പറഞ്ഞിട്ട് ഒരു പേര്, പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷി ആയി, അങ്ങനെ ഒരു പേരും പറഞ്ഞ് അവർക്കൊരു ഫോട്ടോ ഇട്ട് പൂമാല ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ടോപ്പിക്ക്. ഇനി വേറൊരു ടോപ്പിക്കുമായി വേറെ ദിവസം വീണ്ടും എത്തുന്നതായിരിക്കും.